കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 14. നമ്മൾ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞു തരണ ഭാഗമാണല്ലോ ചെയ്യണത്. 36, 37 കഴിഞ്ഞ് നിർത്തിയപ്പോൾ അതിൽ ഹൃദയകമലത്തിനെ എങ്ങനെ വിടർത്തി അതിൽ ധ്യാനിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ ഒന്നും കൂടി വരാൻ ശ്രമിക്കാം. ആദ്യം പറഞ്ഞത് എന്താ വെച്ചാൽ ശുദ്ധവും ഏകാന്തമായിട്ടുള്ള സ്ഥലത്ത് നല്ല സമനിരപ്പായിട്ടുള്ള ആസനത്തിൽ ഇരുന്ന് 2 കൈകളെയും മടിയിൽ മലർത്തി വെച്ച് 2 ദൃഷ്ടികളെയും നാസാഗ്രത്തിൽ ഉറപ്പിക്കുക. എന്നിട്ട് പൂരകം, കുംഭകം, ചേരകം, രേചകം അങ്ങനെ പ്രാണായാമം അഭ്യസിക്കുക. അതായത് പ്രാണനെ ശുദ്ധീകരിക്കുക. അപ്പോഴാണ് അത് കഴിഞ്ഞതിന് ശേഷം പ്രണവം, ഒരു മണിയുടെ ശബ്ദം, മണി ഉണ്ടാക്കണം, മണിനാഥ സ്വരൂപത്തിൽ പ്രണവത്തെ നല്ലോണം പ്രാണായാമത്തിൻ്റോടുകൂടി ജപിക്കുക. അങ്ങനെ പ്രാണനെ പ്രണവാകാരമാക്കണം എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് എന്തു ചെയ്യണം? അങ്ങനെ 1 മാസം ചെയ്താൽ നമുക്ക് കൺട്രോൾ, നിയന്ത്രണം കിട്ടുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്താ വെച്ചാൽ, കാരണം പ്രാണനും മനസ്സിനെ അടക്കണമല്ലോ ധ്യാനം നമുക്ക് ശരിയാവണമെങ്കിൽ, അതുകൊണ്ടാണ് അങ്ങനെ അതിന് മുമ്പ് അത് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞ, അങ്ങനെ ആന്തരികവും ബാഹ്യമായിട്ടുള്ള എല്ലാ അന്ധകരണങ്ങളെയും ശുദ്ധി ചെയ്തതിന് ശേഷം എന്ത് വേണം? ആദ്യം ഹൃദയം എവിടെ, ഹൃദയത്തിൻ്റെ അവിടേക്ക് നമ്മൾ മനസ്സിനെ കൊണ്ടുപോകണം. എന്നിട്ടോ ഹൃദയത്തിന് ഒരു താഴത്തേക്ക് തൂങ്ങിക്കിടക്കണ ഒരു താമരത്തണ്ടിൽ നമ്മുടെ മാറിൻ്റെ മധ്യത്തിൽ അതിങ്ങനെ താഴത്തേക്ക് കൂമ്പി നിൽക്കണ ഒരു മൊട്ടായിട്ട് ഹൃദയത്തിനെ ആദ്യം ധ്യാനിക്കണം. പിന്നീട് ആ മൊട്ടിനെ നമ്മൾ തന്നെ ഊർധ്വമുഖം, അതായത് മേലോട്ടാക്കിയിട്ട് അതെങ്ങനത്തെ ഹൃദയകമലാണ്? 8 ഇതളുള്ള ഹൃദയകമലാണ്. നടുക്ക് നല്ലൊരു കർണികയുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ഹൃദയകമലത്തിനെ ഇങ്ങനെ താഴത്തേക്കായിട്ട് ഇങ്ങനെ ഒരു മൊട്ട് പോലെ കിടക്കുകയായിരുന്നു. അതിനെ നിവർത്തിയിട്ട് അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ 8 ഇതളുണ്ട്, അങ്ങനെ സങ്കല്പിക്കുക കേട്ടോ. എന്നിട്ട് എന്ത് വേണം? അതാണ് ഹൃദയമാകുന്ന താമര. അതിൻ്റെ മധ്യത്തിലുള്ള കർണികയും ഒക്കെ നല്ലോണം മനസ്സിൽ നമുക്ക് ക്ലിയറായി വ്യക്തമായാൽ പിന്നെ അതിൽ ധ്യാനിക്കണം ഇഷ്ടദേവത അല്ലെങ്കിൽ ഭഗവാനെ. അതാണ് ഇനി പറയാൻ പോണത്. ആദ്യം തന്നെ എന്താ വേണ്ട വെച്ചാൽ, കർണികയുടെ നടുക്ക് നല്ല തേജസ്സോടു കൂടിയ ആദിത്യമണ്ഡലത്തിനെ ധ്യാനിക്കണം. അതായത് നമ്മൾ ആ ആദിത്യമണ്ഡലത്തിനെ ധ്യാനിച്ചാൽ എത്രയും നമ്മുടെ ആ മനസ്സിലത്തെ ഇരുട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ സാധാരണ നിലയ്ക്ക് ആദിത്യമണ്ഡലത്തെ ധ്യാനിച്ചില്ലെങ്കിൽ കണ്ണടച്ചാൽ നമുക്ക് ഇരുട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ആ നമ്മുടെ മനസ്സിൻ്റെ ഇരുട്ടിനെ അകറ്റിയാണത്രേ നല്ല തേജോമയമായിട്ടുള്ള ആദിത്യമണ്ഡലത്തിനെ ധ്യാനിക്കുന്നതിൻ്റെ ഉദ്ദേശം. എന്നിട്ട് അങ്ങനെ ആദിത്യമണ്ഡലം ധ്യാനിച്ചിട്ട് നമ്മൾ മനസ്സിൻ്റെ തമസിനെ അകറ്റിയിട്ട്, അതായത് നമുക്ക് ആ ആദിത്യമണ്ഡലം നല്ലോണം കാണാറാവുന്നത് വരെ നമ്മളതിനെ ധ്യാനിക്കണം. അത് കഴിഞ്ഞിട്ട് ആദിത്യമണ്ഡലം നല്ല വ്യക്തമായിട്ട് കാണാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യുക? കുറച്ച് നേരം അതിനെ തന്നെ അതിന് ശേഷം എന്ത് വേണം അറിയോ? ആ ആദിത്യമണ്ഡലത്തിന് നടുക്കായിട്ട് വളരെ തണുപ്പുള്ള നിലാവ് തരുന്ന ചന്ദ്രമണ്ഡലം ധ്യാനിക്കണം. കാരണം എന്താ അറിയോ? ഭയങ്കര ചൂടല്ലേ. അങ്ങനെ നമ്മുടെ തമസിനെ അകറ്റി. അപ്പോൾ കുറേ നേരം ആ ചൂട് കഴിയുമ്പോൾ നമുക്ക് ഒരു തണുപ്പ് വേണമല്ലോ. അതാണ് പൂനിലാവ് പോലെ തണുപ്പുള്ള ചന്ദ്രമണ്ഡലം ധ്യാനിക്കണം. അതുകൊണ്ട് തമസ്സകന്നിട്ട് ഹൃദയം, അതായത് ആദിത്യമണ്ഡലം കാണുമ്പോൾ നമ്മുടെ തമസ് അകലുമെങ്കിലും ആ ആദിത്യൻ്റെ വെളിച്ചം വളരെ ശക്തിയേറിയതായതുകൊണ്ട് അതിന് കുറച്ചൊരു രജോഗുണത്തിൻ്റെ ഇതുണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് പിന്നെ ആ രജോഗുണത്തിനെ അകറ്റിയിട്ട് ശുദ്ധ സത്വഗുണമാക്കി തീർക്കണം മനസ്സിനെ. അതാണ് ചന്ദ്രമണ്ഡല ധ്യാനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണത്, ഭഗവാൻ ഉദ്ദേശിക്കണത്. എന്നിട്ട് ചന്ദ്രമണ്ഡലം ധ്യാനത്തിൽ നല്ലോണം ദൃഢമായി കഴിഞ്ഞാൽ അത് നല്ല നിലാവ് പോലെ തണുപ്പ് കുളിർമയുള്ളതല്ലേ.
അത് കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് തമസ്സിനെയും രജസ്സിനെയും അകത്തണ നമ്മുടെ സത്വം മാത്രമായി. ആദ്യം തമസ്സിനെ അകറ്റി, പിന്നെ കുറച്ച് സൂര്യന് രജസ് ആ ശക്തിയുള്ള പ്രകാശമാവുകൊണ്ടേ അതും പോയി, ഇപ്പോൾ സത്വമായില്ലോ. ഇനി ആ ചന്ദ്രമണ്ഡലത്തിൻ്റെ നടുക്ക് ഒരു അഗ്നിമണ്ഡലം. അതെന്തിനാ വെച്ചാൽ അഗ്നിമണ്ഡലം നമ്മുടെ എല്ലാ വാസനകളെയും കർമ്മവാസനകളെയും ഒക്കെ നശിപ്പിക്കത്തില്ല. അഗ്നി എല്ലാറ്റിനെയും നശിപ്പിക്കുമല്ലോ. അപ്പോൾ ആ അങ്ങനെ ശുദ്ധസത്വമായിട്ടുള്ള മനസ്സിൽ അഗ്നിമണ്ഡലം ധ്യാനിക്കണം. അപ്പം നമ്മുടെ എല്ലാ മാലിന്യങ്ങളും മനസ്സിൻ്റെ കത്തിച്ചാമ്പലാവുന്നാണ് നമ്മളുടെ ഒരു സങ്കല്പം. അതാണ് അഗ്നി പോലെ, അഗ്നി പോലെ കത്തിക്കാൻ എല്ലാറ്റിനെയും നീക്കും. അങ്ങനെ അപ്പം അതാണ് അഗ്നി ധ്യാനിക്കാൻ കാരണം. അങ്ങനെ എല്ലാ മാലിന്യങ്ങളും നീങ്ങിയ മനസ്സ് ആയി കഴിഞ്ഞു. ഇനി അതിലാണ് നമ്മൾ അപ്പം ആദിത്യനും ചന്ദ്രനും അഗ്നി മണ്ഡലങ്ങളുടെ ആ ശക്തി കൊണ്ട് നമ്മുടെ ഹൃദയാന്തർഭാഗം വളരെ തേജോമയായിട്ടുണ്ടാവും. മാത്രമല്ല അഗ്നിമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ നടുക്ക് ആ നടുക്കാണ് ഇപ്പോൾ ഭഗവാനെ ധ്യാനിക്കാൻ പോണത്. ആ തേജോ മണ്ഡലത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ അതിമനോഹരവും സർവാലങ്കാരഭൂഷിതനും ആയിട്ടുള്ള ഭഗവാനെ ധ്യാനിക്കാൻ പോണത് കേട്ടോ. അപ്പം ഞാൻ അതുവരെ ഇപ്പം നമ്മളെത്തി. അവിടെയാണ് നമ്മൾ 37ാമത്തെ ശ്ലോകം കഴിഞ്ഞത്. ഇനി നമുക്ക് 38, 39 ഒരുമിച്ച് ചെയ്യാം. അതായത് ഇനി ഭഗവാൻ എങ്ങനത്തെ ഭഗവാനെയാണ് ധ്യാനിക്കേണ്ടതാണ് കേട്ടോ പറയണത്. ഭഗവാന്റെ വർണ്ണനാണ് ഇനി. ആ ധ്യേയസ്വരൂപം ഏതാണെന്നാണ് പറയണത് കേട്ടോ. അതാണ് പറയണത്. 38, 39 വായിക്കാം. 4 ശ്ലോകം എന്തായാലും ഉണ്ട്. സമം പ്രശാന്തം സുമുഖം ദീർഘചാരു ചതുർഭുജം സുചാരു സുന്ദരഗ്രീവം സുകപോലം ശുചിസ്മിതം സമാനകർണവ്യന്യസ്ത സ്ഫുരന്മകരകുണ്ടലം ഹേമാംബരം ഘനശ്യാമം ശ്രീവത്സനികേതനം. എന്താണ്, എങ്ങനെയാണ്? സമം പ്രശാന്തം സുമുഖം. വളരെ സമം ചെന്ത വേണ്ട അവയവങ്ങളൊക്കെ നല്ല വേണ്ടത്ര വലിപ്പം, എല്ലാറ്റിനും നല്ല യോജിപ്പുള്ള അവയവങ്ങളെന്നാണ്. യോജിപ്പുള്ള അവയവങ്ങളോടും കൂടിയതും. പ്രശാന്തം വളരെ ശാന്തവും. സുമുഖം ചിരിച്ച മുഖത്തോടും. പിന്നെന്താ? ദീർഘചാരു ചതുർഭുജം, അതായത് നല്ല നീളമുള്ള മനോഹരങ്ങളായ ചാരു ചതുർഭുജം 4 തൃക്കൈകളും. പിന്നെ സുചാരു അതിമനോഹരവും. സുന്ദരഗ്രീവം സുന്ദരമായ കണ്ഠത്തോടു കൂടിയതും. ഗ്രീവം കഴുത്തോടു കൂടിയതും. സുകപോലം നല്ല കണ്ണാടി പോലെ തിളങ്ങുന്ന കവിൾത്തടങ്ങളും. ശുചിസ്മിതം എന്താ? നല്ല മന്ദഹാസത്തോടു കൂടിയതും. സമാനകർണ വിന്യസ്ത, അതായത് ഒരേപോലെയുള്ള കാതുകളിൽ ധരിച്ച് മകരകുണ്ടലങ്ങളാണ്. സ്ഫുരൻ മകരകുണ്ടലം ശോഭിക്കുന്ന കുണ്ടലങ്ങളോട് കൂടിയതും. പീതാംബരാലങ്കൃതം എന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതിൽ. ഓ ഇല്ല, മഞ്ഞപ്പെട്ട് നമുക്ക് പറയാം. പിന്നെയോ ഹേമാംബരം. ഹേമാംബരം അപ്പോൾ മഞ്ഞപ്പട്ടും. ഘനശ്യാമം ഭഗവാന്റെ നിറം നീലമേഘശ്യാമളവും. ശ്രീവത്സനികേതനം ശ്രീവത്സം എന്നിവ മാറിലും ഉള്ളതുമായ രൂപത്തെ ധ്യാനിക്കണം. അപ്പം പകുതി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അത് ഇനി നമുക്ക് അടുത്തത് കൂടി 2 ശ്ലോകം കൂടി വായിച്ചാൽ ഒന്നിച്ച് പറയാം കേട്ടോ. ശംഖചക്ര ഗദാപത്മ വനമാലാ വിഭൂഷിതം നൂപുരൈർവിലസത്പാദം കൗസ്തുഭപ്രഭയായുധം. പിന്നെന്താ ഇതിൽ? ശംഖം, ചക്ര, ഗദ, പത്മം, വനമാല എന്നിവയാൽ അലങ്കരിക്കപ്പെട്ടവനും ചിലമ്പുകൾ കൊണ്ട് ശോഭിക്കുന്നവനും. പിന്നെയോ ശ്രീപാദപത്മത്തോടു കൂടിയവനും കൗസ്തുഭരത്നത്തിൻ്റെ പ്രഭയാൽ
ശോഭിക്കുന്നവനും ആയ സ്വരൂപത്തെ ധ്യാനിക്കണം. ഇനി ഒന്നും കൂടി വായിച്ചാൽ കുറേം കൂടി ആയിട്ടോ. ദ്യുമത്കിരീട കടക കടി സൂത്രാംഗദായുധം സർവാംഗസുന്ദരം ഹൃദ്യം പ്രസാദ മുഖേക്ഷണം. പിന്നെ ഞാൻ ഒന്നിച്ച് നമുക്ക് വർണ്ണിക്കാൻ നോക്കാം. ഇങ്ങനെയുള്ള എല്ലാത്തിനാലും അലങ്കരിക്കപ്പെട്ടവനും ഭഗവാന്റെ ഓരോ അംഗത്തിലേക്ക് നോക്കുമ്പോഴും ആ അവയവമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് തോന്നുന്നതും മനസ്സിനെ അപഹരിക്കുന്നതും പ്രസന്നമായ ഭാവം കൊണ്ട് അതിമനോഹരമായ മുഖത്തോടും തൃക്കണ്ണുകളോടും കൂടിയതുമായ എൻ്റെ അതികോമള സ്വരൂപത്തെ ധ്യാനിക്കണം. ഭഗവത് സ്വരൂപമാണ് ഈ 4 ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പം നമുക്ക് അതൊന്നിച്ച് പറയാൻ നോക്കാം. എന്താ അറിയോ, വളരെ സമമായ അവയവങ്ങളോട് വെച്ചാൽ എല്ലാറ്റിനെയും വലിപ്പമൊക്കെ പാകാൻ നല്ല യോജിപ്പുള്ള അവയവങ്ങളോട് കൂടിയതും വളരെ ശാന്തമായതും സുന്ദരമായ മുഖത്തോടു കൂടിയതും വളരെ സൗന്ദര്യമുള്ള കഴുത്തോടു കൂടിയതും സുന്ദരമായ കവിൾത്തടങ്ങളോട് കൂടിയതും നല്ല പുഞ്ചിരി തൂകുന്ന മുഖത്തോടും ചെവികളിൽ നല്ല ഒരേപോലെയുള്ള, അതായത് നല്ല ഒരേപോലെയാണ് രണ്ട് ചെവിയിലും പ്രകാശിക്കുന്ന മകരകുണ്ടലങ്ങളോട് കൂടിയും നല്ല പട്ട് മഞ്ഞ പീതാംബരമണിഞ്ഞതും ഇരുണ്ട കാർമേഘം പോലെ ശ്യാമളവും വക്ഷസ്ഥലം ശ്രീവത്സത്താലും ലക്ഷ്മി ദേവിയാലും അലങ്കരിക്കപ്പെട്ടതും ശംഖചക്ര ഗദാ പത്മം വനമാല ഇവകളാൽ അലങ്കൃതമായ മാറും ചിലമ്പിനാൽ വിലസിക്കുന്ന തൃപ്പാദങ്ങളും കൗസ്തുഭമണിയുടെ പ്രകാശത്തോടു കൂടിയതും പിന്നെയോ കിരീട കടക ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ പ്രകാശിക്കുന്ന കിരീടം, വള, അരഞ്ഞാണ്, തോൾവള ഇവകളോട് കൂടിയതും സർവാംഗസുന്ദരം. എല്ലാ അവയവങ്ങളും നമുക്ക് നോക്കുമ്പോൾ അതാണ് അധികം സൗന്ദര്യം തോന്നും. അങ്ങനെ സൗന്ദര്യമുള്ളതും ഹൃദ്യം മനസ്സിനെ ആകർഷിക്കുന്നതും അപഹരിക്കുന്നതെന്ന് പറയാം. പ്രസാദ സുമുഖേക്ഷണം, അതായത് അഴകേറിയ വളരെ ഭംഗിയുള്ള കടാക്ഷം, പുഞ്ചിരിക്കുന്ന കടാക്ഷത്തോടു കൂടിയതും സുകുമാരം വളരെ കോമളവുമായ എൻ്റെ രൂപത്തിനെ സർവാംഗേഷു സകല അവയവങ്ങളിലും മനോദധത് മനസ്സിനെ ലയിപ്പിച്ച് അഭിധ്യായേത് ധ്യാനിക്കേണ്ടതാകുന്നു എന്ന്. അപ്പോൾ ഭഗവാന്റെ ആ സ്വരൂപമാണ് അപ്പോൾ ഈ 4 ശ്ലോകത്തിൽ പറഞ്ഞത്. അത് നമ്മൾ അതായത് കിരീടം തൊട്ട് അവസാനം വരെ പറഞ്ഞു ഇല്ലേ. പിന്നെ മുഖം തൊട്ട് അവസാനം വരൂ, കിരീടം പിന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ മുഖം തൊട്ട് തൃപ്പാദങ്ങൾ വരെ പറഞ്ഞു ആ 4 ശ്ലോകത്തിൽ. അതൊന്നും കൂടി വായിക്കാം. സമം പ്രശാന്തം സുമുഖം ദീർഘചാരു ചതുർഭുജം സുചാരു സുന്ദരഗ്രീവം സുകപോലം ശുചിസ്മിതം സമാനകർണ വിന്യസ്ത സ്ഫുരന്മകരകുണ്ടലം ഹേമാംബരം ഘനശ്യാമം ശ്രീവത്സനികേതനം ശംഖചക്രഗദാപത്മവനമാലാ വിഭൂഷിതം നൂപുരൈർവിലസത്പാദം കൗസ്തുഭപ്രഭയായുധം ദ്യുമത്കിരീട കടക കടിസൂത്രാംഗദായുധം സർവാംഗസുന്ദരം ഹൃദ്യം പ്രസാദ സുമുഖേക്ഷണം. അതാണ് ഭഗവാന്റെ ആ രൂപം നല്ല ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട് അല്ലേ. എത്ര അവനം തന്നെ പറയണ്ടേ, എൻ്റെ ഈ മംഗളകരമായ രൂപം മനസ്സിൽ ദൃഢമായി ഉറപ്പിക്കൂ അല്ലേ. സമവും പ്രശാന്തവും സുന്ദരവുമായ മുഖം, നീണ്ട മനോഹരങ്ങളായ 4 കൈകൾ, നല്ല ഭംഗിയുള്ള കഴുത്ത്, വളരെ മൃദുലവും തിളങ്ങുന്നതുമായ കവിൾത്തടം, ആരെയും വശീകരിക്കുന്ന പുഞ്ചിരി, പിന്നെ കർണങ്ങളിൽ തിളങ്ങുന്ന കുണ്ടലങ്ങൾ, സ്വർണ്ണനിറമുള്ള പട്ടുവസ്ത്രം, മേഘനിറം പോലുള്ള ഭഗവാന്റെ നീലനിറം, ശ്രീവത്സം അണിഞ്ഞതും ലക്ഷ്മിയുടെ വാസസ്ഥലവുമായ അങ്ങയുടെ എൻ്റെ മാർവിടം, ശംഖചക്രഗദാപത്മങ്ങളും വനമാലയും അണിഞ്ഞു വിളങ്ങുന്ന എൻ്റെ രൂപം, കൗസ്തുഭരത്നത്തിൻ്റെ പ്രഭ കൊണ്ട് തിളങ്ങുന്ന കാൽത്തളകൾ, പിന്നെ ജ്വലിക്കുന്ന കിരീടം, വളകൾ, തോൾവളകൾ, അരഞ്ഞാൺ എന്നിവ കൊണ്ട് ശോഭിക്കുന്ന എൻ്റെ മനോഹര രൂപം സർവാംഗസുന്ദരം അല്ലേ. പ്രസാദമായിട്ടുള്ള
ഈക്ഷണം, അതായത് പ്രസാദത്തോടു കൂടിയിട്ടുള്ള കടക്കൺ നോട്ടം, ഇങ്ങനെയെല്ലാമുള്ള എൻ്റെ സുകുമാരമായിട്ടുള്ള രൂപം സർവാംഗങ്ങളിലും മനസ്സിനെ ഉറപ്പിച്ച് ധ്യാനിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പം ഇനി നമുക്ക് 41 ചെയ്യാം കേട്ടോ. 41 ഞാൻ വായിക്കാം. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് നമുക്ക് ധ്യാനിക്കേണ്ടതെന്നും കൂടി ഭഗവാനെ തന്നെ എങ്ങനെ ധ്യാനിക്കണമെന്ന് ഉദ്ധവന് പറഞ്ഞു കൊടുത്തു, നമുക്കും പറഞ്ഞു തന്നു. ഇനി 42. സുകുമാരമഭിധ്യായേ സർവാംഗേഷു മനോദധത് ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യോ മനസാകൃഷ്യ തന്മന ബുദ്ധ്യാ സാരഥിനാ ധീരഃ പ്രണയേന്മയി സർവദാ. 41 കൂടി ആക്ച്വലി നമ്മൾ ഒരുമാതിരി പറഞ്ഞുവല്ലോ. അപ്പോൾ 42 ഇപ്പോൾ നമ്മൾ വായിക്കണം അല്ലേ? അതെ. അപ്പോൾ 42 വായിക്കാം. 42 എന്താണ്? ധീരഃ ഇന്ദ്രിയാർത്ഥേഭ്യ മീൻസ് ധീരനായിട്ടുള്ള ഒരു ഭക്തൻ ഇന്ദ്രിയാർത്ഥേഭ്യ ഇന്ദ്രിയാണി മനസ്സ ആകൃഷ്യ, അതായത് വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ മനസ്സുപയോഗിച്ച് അകത്തേക്ക് വലിച്ച് പ്രത്യാഹാരം അല്ലേ. എന്നിട്ടോ തന്മന ആ മനസ്സിനെ സാരഥിന ബുദ്ധ്യ സാരഥിയായ ബുദ്ധി കൊണ്ട് ആകർഷിച്ച് മയി സർവദാ പ്രണയേത് എൻ്റെ സ്വരൂപത്തിൽ തന്നെ ഏകാഗ്രമാക്കി നിർത്തണം എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞറിയോ? നല്ല മനസ്സിന് ധൈര്യമുള്ള ഒരു സാധകൻ ഭക്തൻ ശബ്ദം മുതലായിട്ടുള്ള പുറത്തുള്ള വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ ഉപയോഗിച്ചിട്ട് ഇന്ദ്രിയങ്ങളെ ആകർഷിച്ച് ആ മനസ്സിനെ സാരഥി ബുദ്ധിയാണ് മനസ്സിൻ്റെ, ആ സാരഥി ബുദ്ധി ഉപയോഗിച്ച് സകല അവയവങ്ങളും കൂടിയ എന്നിൽ ലയിപ്പിക്കണം. അതായത് പുറത്തുനിന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ പുറത്തുനിന്ന് അകത്തേക്ക് വലിക്കണം എന്നാണ് അപ്പോൾ അതിൽ പറഞ്ഞത് അല്ലേ. എന്താ പറഞ്ഞതിൽ? ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് മനസ്സിൽ ഒതുക്കണം. ഇന്ദ്രിയങ്ങളെ അതാണ് പറഞ്ഞത്. ആ മനസ്സിനെ ബുദ്ധിയാകുന്ന സാരഥിയെ കൊണ്ട് ആകർഷിച്ച് എന്നിൽ തന്നെ എപ്പോഴും എന്നിൽ തന്നെ ഉറപ്പിക്കണം എന്ന് അതാണ് പറഞ്ഞത്. ആദ്യം അത് നമ്മൾ ഇന്ദ്രിയങ്ങളെ ആദ്യം വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കണം. അതായത് ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് പോകാൻ സമ്മതിക്കാണ്ട് മനസ്സിനുള്ളിലാക്കണം. എന്നിട്ട് ആ മനസ്സിനെ ബുദ്ധിയാകുന്ന സാരഥിയെ കൊണ്ട് ഭഗവാനിലേക്ക് ആകർഷിച്ചിട്ട് ഭഗവാനിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ. ആദ്യം ഇന്ദ്രിയങ്ങളെ മനസ്സിലാക്കണം, എന്നിട്ട് ബുദ്ധിയാകുന്ന സാരഥി ഉപയോഗിച്ചിട്ട് ഭഗവാനിലേക്ക് ആകർഷിച്ച് ഭഗവാൻ തന്നെ മാത്രമാവണം മനസ്സിൽ. അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. സുകുമാരം അഭിധ്യായേ സർവാംഗേഷു മനോദധത് ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യോ മനസാകൃഷ്യ തന്മനഃ ബുദ്ധ്യസാരഥിനാ ധീര പ്രണയേന്മയി സർവദാ. 43. തദ് സർവവ്യാപകം ചിത്തമാകൃഷ്യൈകത്ര ധാരയേത് നാന്യാനി ചിന്തയേത് ഭൂയഃ സുസ്മിതം ഭാവയേന്മുഖം. സർവവ്യാപകം, അങ്ങനെ എൻ്റെ എല്ലാ അവയവങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന തച്ചിത്തം, ആ ചിത്തത്തിനെ, അതായത് ഭഗവാന്റെ എല്ലാ അവയവങ്ങളും മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. ഇപ്പോൾ ഭഗവാന്റെ രൂപം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മനസ്സ്. ആ മനസ്സിനെ ആകൃഷ്യ വലിച്ച് വലിച്ച് ഏകത്ര ഒരവയവത്തിൽ ധാരയേത്, പിന്നെ ഏതെങ്കിലും ഒരു അവയവത്തിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിക്കണം. അന്യ അവയവങ്ങളെ ഭൂയ വീണ്ടും ചിന്തയേത്. ഇപ്പം നമ്മൾ കാലിൻ്റെ അടിയാണ് മനസ്സിൽ വിചാരിക്കണ ചോട്ടെ, ആ കാലിൻ്റെ അടി മാത്രം ധ്യാനിക്കണം. കാലിൻ്റെ അടി മാത്രം, വേറെ ഒന്നും ധ്യാനിക്കരുത്. സുസ്മിതം, ആ സുന്ദരമായ പുഞ്ചിരി തൂകിയ മുഖത്തിനെ ഭാവയേത് ധ്യാനിക്കണം. അപ്പോൾ ഏതെങ്കിലും അവയവം എന്നാണ് പറഞ്ഞത്, നോക്കാം നമുക്ക്. അതായത് സർവവ്യാപകം തച്ചിത്തം, എല്ലാ അംഗങ്ങളിലും, അതായത് എല്ലാം കാണുന്നുണ്ട് നമ്മൾ. ഒരു സമയത്ത് നമ്മൾ ആദ്യം ഈ രൂപം പറഞ്ഞപ്പോൾ നമ്മൾ ഹോൾ ഭഗവാനെ കാണുന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞാൽ വെച്ചാൽ ആ സർവാംഗങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ചിത്തത്തിനെ പിന്നെ ഒരേ ഒരു അംഗത്തിൽ ഏകാഗ്രാക്കണം.
ആ മുഖം എന്നാണ് പറയണത് കേട്ടോ. എന്താ അറിയോ, ആ മുഖം ആ ഒരു അംഗത്തിലേക്ക് ആക്കണം എന്ന് പറഞ്ഞത് മുഖത്തേക്ക് ആക്കണം തന്നെയാണ്. എന്താ അറിയോ, മന്ദഹാസം കൊണ്ട് വളരെ മനോഹരമായ ഭഗവാൻ എൻ്റെ മുഖത്തെ തന്നെ ഏകാഗ്രമായി ചിന്തിക്കണമെന്ന്. ആദ്യം നമ്മൾ ആ ഹോൾ രൂപം മനസ്സിൽ നല്ലോണം ഉറപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ആ മുഖത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുഖത്തിനെ മാത്രം ധ്യാനിക്കണം എന്നാണ് ഇപ്പോൾ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്. മുഖത്തിനെ മാത്രം ധ്യാനിക്കുക. കാരണം ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ പറയണ വെച്ചാൽ ആ ചിത്തത്തിൽ നല്ല ഉറപ്പ് വന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ അതെ. അപ്പോൾ ഒരിടത്തന്നെ നിശ്ചലമാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് എന്താ ഭഗവാൻ പറയണത്, ഹോൾ ഭഗവാനെ നമ്മൾ കാണുന്നുണ്ട് ആദ്യം ഇല്ലേ, അതിൽ നിന്ന് നമ്മൾ അപ്പോൾ അത് എല്ലാ അംഗങ്ങളിലും മാറി മാറി ഓടി നടക്കുമല്ലോ, അതിനെ നിശ്ചലാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയണത്. പുഞ്ചിരി തൂകി മനോഹരമായ പുഞ്ചിരിയോടുകൂടി എൻ്റെ മുഖത്തെ മാത്രം ഭാവന ചെയ്തിട്ട് മറ്റെല്ലാ ചിന്തകളും ഇല്ലാതെ ആവണമെന്ന്. ബാക്കിയൊക്കെ വേണ്ടാന്ന് പറയണ്ടല്ലോ, അന്യവയവങ്ങളെ ചിന്തിക്കരുത് പറയണ്ട, മുഖത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുഖത്തിനെ മാത്രം ധ്യാനിക്കണം എന്നാണ് 43 പറഞ്ഞത്. തത് സർവവ്യാപകം ചിത്തം ആകൃഷ്യൈകത്ര ധാരയേത് നാന്യാനി ചിന്തയേത് ഭൂയഃ സുസ്മിതം ഭാവയൻ മുഖം. ഇത് നമ്മളൊന്നും ഓർമ്മിക്കണം എപ്പോഴും കേട്ടോ. ഭഗവാൻ തന്നെ പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് ധ്യാനിക്കണമെന്ന്. അപ്പോൾ നമുക്കിത് ഫോളോ ചെയ്യേ വേണ്ടു അല്ലേ, അത്ര ഭഗവാൻ വിസ്തരിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇനി ഇതിലധികം ആധികാരികമായിട്ട് ഭഗവാനെ ധ്യാനിക്കണം എന്ന് പറയാൻ ഭഗവാനല്ലാതെ ആരുമില്ലല്ലോ അല്ലേ. തത്ര ലബ്ധപദം ചിത്തം ആകൃഷ്യ വ്യോംനി ധാരയേൽ തച്ചത്യക്ത്വാ മദാരോഹോ ന കിഞ്ചിതപി ചിന്തയേത്. അപ്പോൾ പറയണ്ട, തത്ര ആ മുഖത്തിൽ ലബ്ധപദം നമ്മൾ ഉറപ്പിച്ച ചിത്തം ആകർഷ്യ, ചിത്തത്തിനെ അവിടെ നിന്നും ആകർഷിച്ച് വ്യോംനി പിന്നെ സർവാകാരമായ എന്നിൽ ധാരയെ നിർത്തണം. തച്ചാത്യക്ത്വ പിന്നെ അതിനെയും വിട്ടിട്ട് മദാരോഹ ശുദ്ധബ്രഹ്മരൂപമായ എന്നോട് ഐക്യം, പിന്നെ നിർഗുണത്തിലേക്ക് പോകണം. അതാണ് രൂപമില്ലാതെ ധ്യാനിക്കണം. പിന്നെ കിഞ്ചിത് അഭി, അതായത് ഞാൻ ധ്യാനിക്കണ ആള്, ഈശ്വരൻ ധ്യാനിക്കപ്പെടുന്ന ആള് എന്നുള്ളതിനെ മാറ്റണം. എന്നാൽ ചിന്തിക്കാൻ പാടില്ല, ഞാൻ ഈശ്വരൻ തന്നെയാണെന്ന് തന്നെ തോന്നണം എന്നാണ് അപ്പോൾ ഇതിൽ പറയണത് കേട്ടോ. എന്താ പറയണറിയോ, അങ്ങനെ ചിത്തത്തിൽ മുഖം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ആ മുഖത്തിനെ ധ്യാനിക്കണതും നമ്മൾ നിർത്തണം. എന്നിട്ട് ഈ നമ്മുടെ മനസ്സിനെ ബോധാകാശത്തിൽ ഉറപ്പിക്കണം എന്നാണ് പറയണത്. അത് കഴിഞ്ഞാൽ ആ ഒന്നുമില്ല അവിടെ. അങ്ങനെ അത് കുറേ നേരം മുഖത്തിന് തന്നെ ധ്യാനിക്കണം. കുറച്ച് കഴിയുമ്പോൾ ആ മുഖം അപ്രത്യക്ഷമാവണം. എന്നിട്ട് വെറുതെ ഒരു ചിതാകാശം, എന്നിട്ട് പിന്നെ ആ നിർഗുണ ബ്രഹ്മത്തിന് തന്നെ ധ്യാനിക്കണം. അതായത് ബോധരൂപനായ എന്നിൽ ഈ സാധകൻ അലിഞ്ഞു ചേരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ചിന്തയും കൂടാതെ ബ്രഹ്മത്തിൽ വർത്തിക്കുകയാണ് പിന്നെ ആ സാധകൻ. അതാണിപ്പോൾ ഇതിൽ പറഞ്ഞത്. അതായത് പിന്നെ എന്താ പറയുക, ആദ്യം പറഞ്ഞു പിന്നെ ഈ മുഖത്തിലെ ഏകാഗ്രത വന്നു കഴിഞ്ഞാൽ, മുഖത്തിനെ ധ്യാനിക്കണേൽ ഏകാഗ്രത വന്നു കഴിഞ്ഞാൽ പിന്നെ സർവകാരണഭൂതനായ എന്നെ തന്നെ ധാരണ ചെയ്യണം എന്ന് പറയുകയാണ്. അതായത് ഈ പിന്നെന്താണ്, ഒരു രൂപമൊന്നും ഇല്ലാത്തത് ആ ബ്രഹ്മാണല്ലോ എല്ലാറ്റിനും കാരണം. അപ്പം പിന്നെ ഈ പിന്നെ മുഖത്തിൻ്റെ ധ്യാനം തന്നെ ഇല്ലാണ്ടേ ആവണം. എന്നിട്ട് സച്ചിദാനന്ദമൂർത്തിയായിട്ടുള്ള എന്നിൽ തന്നെ സ്ഥിതി ചെയ്തുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട. അതാണ് ത്രിപുടി മുടിയ പറഞ്ഞത്. അതായത് എന്താ വെച്ചാൽ ധ്യാനിക്കുന്ന ആളും ധ്യാനിക്കപ്പെടുന്ന വസ്തുവും ധ്യാനം എന്ന ആ പ്രക്രിയയും ഒന്നായി തീരുക പറഞ്ഞാൽ അദ്വൈതമായി. ഒന്നേ ഉള്ളൂ അവിടെ. തുടക്കത്തിൽ ധ്യാനിക്കുന്ന ആളുണ്ട്, ധ്യാനിക്കപ്പെടുന്ന ഭഗവാനുണ്ട്, ധ്യാനം എന്ന ആ ഒരു പ്രക്രിയയുണ്ട് അല്ലേ, ധ്യാനിക്കൽ എന്ന പ്രക്രിയയുണ്ട്. അങ്ങനെ നമ്മളത് ഏകാഗ്രത കൂടി വരുമ്പോൾ ധ്യാനിക്കുന്ന ആളും ധ്യാനിക്കപ്പെടുന്ന ഭഗവാനും
ധ്യാനിക്കുന്ന ആ പ്രക്രിയയും ഒന്നായി തീരും. അതിനാണ് ത്രിപുടി മുടിയുക എന്ന് പറയണത് കേട്ടോ. അപ്പം അതാണ് അപ്പം ഇതിൽ ഭഗവാൻ പറഞ്ഞത്. ത്രിപുടി മുടിയുന്ന അവസ്ഥ മീൻസ് ഭഗവാനിൽ തന്നെ വർത്തിക്കുക. തത്ര ലബ്ധപദം. അപ്പം നമുക്കിത് കഴിഞ്ഞാൽ നിർത്താൻ പെടും, 44 കഴിഞ്ഞാൽ കേട്ടോ. അല്ലെങ്കിൽ 45 കൂടിയും ചെയ്യാം. അവിടെ ഒരു സമാപ്തി, ഒരു നല്ലൊരു സ്ഥലമാണ് നിർത്താൻ, 45. അപ്പം 44 വായിച്ച് 45 പോവാം. തത്ര ലബ്ധപദം ചിത്തം ആകൃഷ്യ വ്യോംനിധാരയേൽ തച്ച ത്യക്ത്വാ മദാരോഹോ ന കിഞ്ചിദപി ചിന്തയേത് ഏവം സമാഹിത മതിർ മാമേവാത്മാനമാത്മനി വിചഷ്ടേ മയി സർവാത്മൻ ജ്യോതിർജ്യോതിഷി സംയുതം. അത് വായിച്ച് അതും കൂടി നമുക്ക് നോക്കാം. ഏവം ഇങ്ങനെ സമാഹിതമതി, അതായത് നല്ല ഉറച്ച മനസ്സോടുകൂടി ആത്മനി മാം തൻ്റെ ആത്മാവിങ്കൽ എന്നെയും ജ്യോതിഷി മീൻസ് മഹാഭൂതമായ തേജസ്സിൽ സംയുതം ജ്യോതി ഐക്യം പ്രാപിച്ച തേജസ് പോലെ അതാണ് ആത്മാനം ഏവ തന്നെ സർവാത്മന്മയി സർവാത്മായ എന്നിൽ വിചഷ്ടേ കാണുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഏകാഗ്രമായ മനസ്സോടുകൂടി എന്നെ ആത്മാവിലും ആ ആത്മാവിനെ എന്നെ ഈ ഭഗവാനെ നമ്മുടെ ആത്മാവിലും ആ ആത്മാവിനെ പരമാത്മാവിലും എങ്ങനെ? അതിന് ഉദാഹരണം എന്താണ്? ഒരു വിളക്കിൻ്റെ വെളിച്ചത്തിൽ വേറൊരു വെളിച്ചം എന്ന പോലെ കാണാൻ കഴിയും എന്നാണ് ഇതിൽ പറഞ്ഞത്. അങ്ങനെയാണ് ഇതിൽ പറയണത്. അതായത് ഇപ്രകാരം സർവാത്മാവായ എന്നിൽ, അതായത് ബ്രഹ്മത്തിൽ തന്നെ അലിഞ്ഞു ചേരുന്ന ഈ ഭക്തൻ സ്വന്തം ആത്മാവിൽ പരമാത്മാവായ എന്നെ കാണുന്നു. അതായത് തേജസ്സിനെ കണ്ടെത്തുന്നത് പോലെ, ഇങ്ങനെ തേജസ്സിനെ കാണുന്ന പോലെ എന്നാണ് ഇതിൽ പറയണത് കേട്ടോ. അതായത് ശരിക്കും പറയാച്ചാൽ അപ്പം എന്താ പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പിന്നെ അതായത് പരമാത്മസ്വരൂപനായ ഭഗവാനെ തൻ്റെ ആത്മാവിൽ കാണണം. അത് ഒന്നായി എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മളുടെ തന്നെ ആത്മാവിൽ പരമാത്മസ്വരൂപനായ ഭഗവാനെയും ആ ആത്മാവിനെ, ഇപ്പം ഭഗവാൻ പരമാത്മസ്വരൂപനായ ഭഗവാനെയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് പിന്നെ ആ ആത്മാവിനെ പരമാത്മാവിലും അങ്ങടും ഇങ്ങടും, പരമാത്മാവ് ഈ ഭക്തനിലും ഭക്തൻ പരമാത്മാവിലും ചേരും, അലിഞ്ഞു ചേരുന്ന പരമാത്മാവ് ഈ ഭക്തൻ്റെ ആത്മാവിലും ഈ ഭക്തൻ്റെ ആത്മാവ് പരമാത്മാവിലും അന്യോന്യം ലയിച്ചു ചേർന്നു വെച്ചാൽ എന്താ ഒന്നായിന്ന്. അതായത് വിളക്കിൽ ജ്യോതിസിനെ എന്ന പോലെ നമുക്ക് കാണാം എന്നാണ് പറഞ്ഞതിൽ. അങ്ങനെ നമുക്ക് ഇന്നിവിടെ നിർത്താം. 45 വായിച്ചിട്ട് ഏവം സമാഹിതമതിർമാമേവ ആത്മാനമാത്മനി വിചഷ്ടേ മയി സർവാത്മൻ ജ്യോതിർജ്യോതിഷി സംയുതം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വ ഗുരുവായൂരപ്പ.